നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. എക്സസൈസ് 32.3 പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ വായിക്കാം. A student has 500 rupees in her savings bank account. She gets 150 rupees every month as pocket money. How much money will she have at the end of every month from the second month onwards? Find a linear expression to represent amount she will have in the end month. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടിയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിലുള്ള എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അത് ലീനിയർ, അതിന് എന്ത് മന്തിൽ ഓരോ മാസത്തെയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്ത് മന്തില് എത്ര എമൗണ്ട് ബാങ്ക് സേവിങ്സിൽ ഉണ്ടാകും എന്നുകൂടെ ഏതിലൂടെ റെപ്രസെന്റ് ചെയ്യണം? ലീനിയർ എക്സ്പ്രഷനിലൂടെ എഴുതണം. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് തന്നിട്ടുള്ളത്? ഇനീഷ്യൽ എമൗണ്ട് ആ സേവിങ്സ് അക്കൗണ്ടിൽ ഫസ്റ്റില് വരുന്നത് 500 rupees ആണ് സേവിങ്സ് അക്കൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത്. ദെൻ ഓരോ മാസവും ആ കുട്ടിക്ക് 150 rupees പോക്കറ്റ് മണിയായി ലഭിക്കുന്നുണ്ട്. ഈ പോക്കറ്റ് മണി എന്ത് ചെയ്യും? ഈ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. സോ അങ്ങനെയെങ്കിൽ ഓരോ മാസവും കിട്ടുന്ന 150 rupees ആ മാസത്തെ ഇതിലേക്ക് ആഡ് സേവിങ്സിൽ നിക്ഷേപിക്കും. ഈ രീതിയിൽ ഓരോ മാസവും 150 rupees കൂടി വരികയാണ് ചെയ്യുന്നത് അക്കൗണ്ടിൽ. സോ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മച്ച് മണി വിൽ ഷീ ഹാവ് അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത്? അവസാനം, എല്ലാ മാസത്തിന്റെയും അവസാനം ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും അക്കൗണ്ടിൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മന്തിൽ പോക്കറ്റ് മണി കിട്ടിയോ അതോ കിട്ടിയിട്ട് അത് സേവിങ്സിൽ ഇട്ടു എന്നുള്ള കാര്യമൊന്നും ഇതിൽ പറയുന്നില്ല. നമുക്ക് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി? സെക്കൻഡ് മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ അതുപോലെ തന്നെ ലീനിയർ എക്സ്പ്രഷനിലൂടെ എഴുതണം. നേരത്തെ മുമ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യൽ എമൗണ്ട് നമ്മൾക്ക് അറിയുന്ന കാര്യം. ഇനീഷ്യൽ എമൗണ്ട് amount in the savings account. In the savings account is equal to 500 rupees. So next pocket money received every month. എല്ലാ മാസവും കിട്ടുന്ന പോക്കറ്റ് മണി എത്രയായിരിക്കും? പോക്കറ്റ് മണി received every month equal to 150 rupees. Then next കണ്ടുപിടിക്കേണ്ടത് മാസാവസാനം, എല്ലാ മാസാവസാനവും ടോട്ടൽ സേവിങ്സ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എമൗണ്ട് അറ്റ് ദ end of first month. ഫസ്റ്റ് മന്തിൽ തന്നെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് മന്ത് ഈക്വൽ ടു 500. ഫസ്റ്റ് മന്തിൽ 500 ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. കാരണം ഫസ്റ്റ് മന്തിലെ കാര്യം ഇവിടുന്ന് പറയുന്നില്ല. സെക്കൻഡ് മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് മന്തിൽ 500 ആണ്. ദെൻ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് equal to 500. 500ന്റെ കൂടെ ഏതുകൂടെ ആഡ് ചെയ്യണം? പോക്കറ്റ് മണി കിട്ടിയിട്ടുണ്ടാവും സെക്കൻഡ് മന്തിൽ. അപ്പോൾ ആ പോക്കറ്റ് മണി കൂടെ ആഡ് ചെയ്യണം. സോ 500 പ്ലസ് 150 പോക്കറ്റ് മണിയും കൂടെ ആഡ് ചെയ്തു. ടോട്ടൽ എത്രയായിരിക്കും? 650 rupees. സോ നെക്സ്റ്റ് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് മന്ത്. Third month equal to 500
തേർഡ് മന്തിൽ എത്രയായിരിക്കും? സെക്കൻഡ് മന്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് മന്തിൽ 150 കൂടെ 500ന്റെ കൂടെ ആഡ് ചെയ്തു. അത് തേർഡ് മന്തിൽ വരുമ്പോൾ എത്രയായിരിക്കും? 500 പ്ലസ് 150 പ്ലസ് വീണ്ടും ഒരു പോക്കറ്റ് മണി കൂടെ ആഡ് ചെയ്തു. 150 റുപ്പീസ് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. 500 പ്ലസ് 150 എത്ര ടൈംസ്? 150 ആണ്. ദാറ്റ് ഈസ് 300. ഇവ തമ്മിൽ ആഡ് ചെയ്താൽ എത്ര വരുക? 300. 500 പ്ലസ് 300 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 500 150 ഇൻറ്റു 2 എന്ന് എഴുതാം. 150 ഇൻറ്റു 2 equal to total amount 800 rupees. The next amount at the end of 4th month equal to 500 plus ഇവിടെ തേർഡ് മന്തിൽ 150 ആണ്. അത് ഫോർത്ത് മന്തിലാവുമ്പോൾ ഒന്നുകൂടെ ആഡ് ചെയ്യണം. ഒരു 150 കൂടെ അവിടെ വന്നു. ദാറ്റ് ഈസ് 500 പ്ലസ് 150 ഇൻറ്റു ഇവിടെ ഒരു ഫോർത്ത് മന്തിലാവുമ്പോ വീണ്ടും ഒരു 150 പോക്കറ്റ് മണി കൂടെ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് 150 ആണ് വരുന്നത്. So 150 into 3. Fourth month 150 into 3 ആണ് വരുന്നത്. That is 150 rupees. Then next amount at the end of nth month. nth monthലെ amount കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രീതിയിൽ നോക്കുമ്പോൾ nth amount at the nth month is equal to 500 plus എത്ര വരും? ഇവിടെ 2 month ആവുമ്പോൾ 150 ആണ് വരുന്നത്. 150 പോക്കറ്റ്, അതായത് 150 പോക്കറ്റ് മണിയാണ് വരുന്നത്. Then തേർഡ് മന്തിലാവുമ്പോൾ അത് എത്രയായി മാറി? 150 ആയിട്ട് വന്നു. ഫോർത്ത് മന്തിലാവുമ്പോൾ അത് 150 ആയി വന്നു. ഇവിടെയൊക്കെ എന്താണ് ചെയ്യുന്നത്? മന്തിൽ നിന്നും 1 മൈനസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ തേർഡ് മന്തിൽ നിന്നുള്ള 3 മൈനസ് 1 ആണ് 2 ആയിട്ട് വരുന്നത്. സോ ഇവിടെ എത്തുമ്പോൾ 4 മന്തിൽ നിന്നുള്ള 4 മൈനസ് 1 ആണ് ഇവിടെ 150 എത്ര ടൈംസ്? 3 ടൈംസ് വരുന്നത്. അതുപോലെ ഇവിടെ 150 എത്ര ടൈംസ് വരും? nth മന്ത് ആണ്. അപ്പോ n മൈനസ് 1 ഇവിടെ ഫോർത്ത് ആവുമ്പോൾ 4 മൈനസ് 1 ആണ് 4 മന്ത് ആവുമ്പോൾ. അതുപോലെ nth മന്ത് ആവുമ്പോൾ n മൈനസ് 1 150. ഇതാണ് nth മന്തിലെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ലീനിയർ എക്സ്പ്രഷൻ. എങ്ങനെയാണ് ലീനിയർ എക്സ്പ്രഷൻ? ഇതൊരു ലീനിയർ എക്സ്പ്രഷൻ അല്ലേ? അപ്പോൾ ആ ലീനിയർ എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. nth മന്തിലെ ലീനിയർ എമൗണ്ട്, nth മന്തിൽ എത്ര എമൗണ്ട് സേവിങ്സ് ഉണ്ടാകും എന്നത് ലീനിയർ എക്സ്പ്രഷനിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. Therefore, linear expression representing the amount of nth month equal to 500 plus 150 into n minus 1. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ എന്നുള്ള മന്തിൽ നമ്മൾ ഏത് മാസം കൊടുത്താലും ഇപ്പോ മന്ത് നമ്മൾക്കറിയാം. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് 11th മന്തിലെ
11th മന്തിന് എമൗണ്ട് ആണ് എങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഈ ഒരു ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ലീനിയർ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് 500 പ്ലസ് 150. ഇവിടെ nth മന്തിലാണ് n-1 വന്നത്. ഇവിടെ ഏത് മാസമാണ് പറഞ്ഞിട്ടുള്ളത്? 11th മന്ത് ആണ്. അപ്പൊ 11 മൈനസ് 1 എന്ന് എഴുതാം. ഈക്വൽ ടു 500 പ്ലസ് 150 into 11 minus 110 equal to 500 plus 1,500. That is 2,000 amount. അതായത് nth month ആകുമ്പോൾ 2,000 എമൗണ്ട് വരുന്നത്, സേവിങ്സ് അക്കൗണ്ടിലുള്ള എമൗണ്ട് വരുന്നത് 2,000 ആണ്. ഈ ഒരു രീതിയിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. Okay, next question നോക്കാം. Next question number 2. A rally started with 120 members. Each hour, 9 members drop out of the group. How many members will remain after 1, 2, 3 hours? Find a linear expression to represent the number of members at the end of nth hour. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റാലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 120 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതായത് 120 റാലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 120 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ ഈച്ച് അവർ, ഓരോ മണിക്കൂറിന് ശേഷവും 9 മെമ്പേഴ്സ് വീതം ഡ്രോപ്പ് ഔട്ട് ആവുന്നു എന്നാണ് പറയുന്നത്. 9 മെമ്പേഴ്സ് വീതം കുറഞ്ഞു വരുന്നു ഓരോ മണിക്കൂറിന് ശേഷവും. 1 മണിക്കൂർ കഴിയുമ്പോൾ 9 മെമ്പേഴ്സ് അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ആയി. ദെൻ സെക്കൻഡ് 2 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്തു? വീണ്ടും ഒരു 9 മെമ്പേഴ്സ് കൂടെ ഡ്രോപ്പ് ഔട്ട് ആയി. ഈ രീതിയിൽ 1, 2, 3 അവേഴ്സ് കഴിയുമ്പോൾ അതിന്റെ അവസാനം എത്ര മെമ്പേഴ്സ് ഈ റാലിയിൽ ഉണ്ടാവും എന്നാണ്, റിമൈനിങ് മെമ്പേഴ്സ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ nth അവറിൽ എത്ര മെമ്പേഴ്സ് റാലിയിൽ ബാക്കി ഉണ്ടാകും, അത് ഏതിലൂടെ എക്സ്പ്രഷൻ, ലീനിയർ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് എഴുതണം. ലീനിയർ എക്സ്പ്രഷൻ ആയിട്ട് എഴുതണം. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് number of members. Initial number of members റാലി സ്റ്റാർട്ട് ചെയ്യുമ്പോണ്ടായ മെമ്പേഴ്സിന്റെ എണ്ണമാണ് 120 വരുന്നത്. ദെൻ ഓരോ അവറിലും, അതായത് ഈച്ച് അവറിലും ഡ്രോപ്പ് ഔട്ട് ആവുന്ന ആൾക്കാരുടെ മെമ്പേഴ്സിന്റെ എണ്ണം 9 ആണ്. ദ മെമ്പേഴ്സ് who drop out every hour is equal to 9 members. Then എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓരോ അവറിന് ശേഷവും അതിന്റെ എൻഡിൽ എത്ര മെമ്പേഴ്സ് ആ റാലിയിൽ ബാക്കി ഉണ്ടാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മെമ്പേഴ്സ് after 1 hour. 1 അവറിന് ശേഷം എത്ര മെമ്പർ ഉണ്ടാവും? 1 അവറിന് ശേഷം 120. ഫസ്റ്റില് 120 മെമ്പേഴ്സ് ആണ് റാലിയിൽ പങ്കെടുത്തത്. 1 അവറിന് ശേഷം, അതായത് 1 അവർ അവസാനിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും? 9 മെമ്പേഴ്സ് അതിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് 120 minus 9 is equal to 111. Then numbers of members after 2 hours. 2 hours ശേഷം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും എന്ന് നോക്കാം. 120 minus
1 അവറിന് ശേഷം 120 മൈനസ് 9 മെമ്പർ ആയിരിക്കും 1 അവറിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. ദെൻ സെക്കൻഡ് അവർ 2 മണിക്കൂറിന് ശേഷം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 120 മൈനസ് വീണ്ടും ഒരു 9 മൈനസ് 9 അതിൻ്റെ അകത്തുനിന്ന് വീണ്ടും ഒരു 9 മെമ്പേഴ്സ് കൂടെ ഡ്രോപ്പ് ഔട്ട് ആവും. അപ്പോൾ ടോട്ടൽ 2 മെമ്പേഴ്സ് ആണ് ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. ദാറ്റ് ഈസ് 9 പ്ലസ് 9 18 2 into 9 18. അപ്പോൾ 18 മെമ്പേഴ്സ് ഈ 120 മെമ്പേഴ്സിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആയി. സോ എങ്ങനെ എഴുതാൻ പറ്റും? 120 മൈനസ് 9 into 2 എന്ന് എഴുതാം. 9 into 2 equal to 102. Then next, number of members after 3 hours. 3 hours ശേഷം എത്രയായിരിക്കും എന്ന് നോക്കാം. That is 120 minus ഇവിടെ 2 ആവുമ്പോൾ 2 into 9 ആണ് വരുന്നത്. 3 ആവുമ്പോൾ വീണ്ടും ഒരു 9 മെമ്പേഴ്സ് കൂടെ ഡ്രോപ്പ് ഔട്ട് ആവുന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 1 2 3 9 members drop out ആയി. 3 into 9 27 members ആണ് ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. That is 9 into 3 എന്ന് എഴുതാം equal to 93. Next, number of members after n hours. n hoursന് ശേഷം എത്ര മെമ്പർ ആയിരിക്കും ഉള്ളത് എന്നിങ്ങനെ കണ്ടുപിടിക്കാം. 120 മൈനസ് ഇവിടെ 1 അവറില് 9 into 1 ആണ്. 9 മെമ്പേഴ്സ് ആണ് ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. Then സെക്കൻഡ് അവേഴ്സിലാവുമ്പോൾ 2 times 9 മെമ്പേഴ്സ് ഡ്രോപ്പ് ഔട്ട് ആയി. തേർഡ് അവേഴ്സിലാവുമ്പോൾ 3 times 9 മെമ്പേഴ്സ് ഡ്രോപ്പ് ഔട്ട് ആയി. n അവേഴ്സിലാവുമ്പോൾ 9 into n മെമ്പേഴ്സ് ഡ്രോപ്പ് ഔട്ട് ആയി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ലീനിയർ എക്സ്പ്രഷൻ. ഇതാണ് ലീനിയർ എക്സ്പ്രഷൻ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് nth hours. Therefore, number of members linear expression representing number of members after at the end of nth hour is equal to 120 minus 9 into n. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഈ ഒരു പാറ്റേൺ, അതായത് ക്രമത്തിൽ വരുന്നത്, അതായത് 111 102 93 ഈ ഒരു പാറ്റേണിന് നമ്മൾക്ക് എന്ത് പറയാം? ലീനിയർ പാറ്റേൺ എന്ന് പറയാം. ഓൾറെഡി ഈ ഒരു പ്രോബ്ലത്തിൽ തൊട്ട് മുന്നിലുള്ള ഒരു ടോപ്പിക്കാണ് ലീനിയർ പാറ്റേൺ. അതായത് 111, നെക്സ്റ്റ് വരുന്നത് 102 ആണ്, ദെൻ വരുന്നത് 93 ആണ്, ദെൻ 84 ആയിരിക്കും. ഈ രീതിയിലാണ് വരുന്നത്. അതായത് ഇത് ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടെ 2 ടേംസ്, ഈ ഒരു പാറ്റേണിലെ 2 ടേംസ്, അടുത്തടുത്തുള്ള 2 ടേംസ് എടുക്കുകയാണെങ്കിൽ 111 to 102ലേക്ക് 9 മെമ്പേഴ്സ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്. അതായത് 9 മെമ്പേഴ്സ് കുറഞ്ഞു. വീണ്ടും 102ൽ നിന്നും 93യിലേക്കാണ് കുറയുന്നത്. എത്ര മെമ്പേഴ്സ് ആണ്? 9 മെമ്പേഴ്സ്. വീണ്ടും 93ന്ന് 84ലേക്ക് 9 മെമ്പേഴ്സ് ഡിക്രീസ് ചെയ്തു. ഈ രീതിയിൽ 2 നമ്പേഴ്സ്, അടുത്തടുത്തുള്ള 2 ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 2 ടേംസ്, ഇപ്പം 111ഉം 102ഉം അടുത്തടുത്തുള്ള 2 ടേംസ് ആണ്. ഈ 2 ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. ദെൻ അടുത്ത 2 ടേംസ്, അടുത്തടുത്തുള്ള 2 ടേംസ് ഇത് തമ്മിലെടുത്ത ഡിഫറൻസ് 9 ആണ്.
ഇത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എല്ലാത്തിലും ഈ ടേമില് മുഴുവൻ വരുന്നത് അടുത്തടുത്തുള്ള ടു നമ്പേഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 9 ആണ്. അതായത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഒന്നുകിൽ അത് ഇൻക്രീസ് ആവാം. അതായത് കോൺസ്റ്റന്റ് ഇൻക്രീസ് കോൺസ്റ്റന്റ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ഒന്നുകിൽ ഇൻക്രീസിങ് ആവാം അല്ലെങ്കിൽ ഡിക്രീസിങ് ആവാം. ഇതിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ടു നമ്പേഴ്സുകൾ തമ്മിലുള്ള അടുത്തുള്ള ടു നമ്പേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെ ലീനിയർ പാറ്റേൺ എന്നാണ് അറിയപ്പെടുന്നത്. ലീനിയർ പാറ്റേൺ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻക്രീസിങ് ആണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം 650 500 ഫസ്റ്റില് വരുന്നത് 500 ആണ്. നെക്സ്റ്റ് വരുന്നത് 650 ആണ്. നെക്സ്റ്റ് ടേം വരുന്നത് 800 ആണ്. 950 ആണ്. ഈ രീതിയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഈ പാറ്റേണിന്റെ ഡിഫറൻസ് നോക്കിയാൽ ഇവ 150 ആണ്. എല്ലാത്തിലും അടുത്തടുത്തുള്ള ടു ടേംസിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. കോൺസ്റ്റന്റ് ആണ്. 150 കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? 500 നിന്നും 650 ഇൻക്രീസിങ് ആണ് നടക്കുന്നത്. ഇൻക്രീസിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതും ലീനിയർ പാറ്റേൺ ആണ്. ബട്ട് ഇവിടെ എന്താണ് വരുന്നത്? ഇൻക്രീസിങ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ തൊട്ട് മുന്നേ സെക്കൻഡ് ക്വസ്റ്റ്യനില് അത് ഡിക്രീസിങ് ആണ്, മൈനസ് ആണ് വരുന്നത്. കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഇതാണ് ലീനിയർ പാറ്റേൺ എന്ന് പറയുന്നത്. Question number 3. Suppose the length of a rectangle is 30 centimeter. Find the area if the breadth is first one 12 centimeter, second 10 centimeter, and the third 8 centimeter. Find the linear pattern representing the area of the rectangle. ഇവിടെ ക്വസ്റ്റ്യനില് 3 റെക്ടാങ്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 3 റെക്ടാങ്കിൾസിന്റെയും ലെങ്ത്തും അതുപോലെ തന്നെ ബ്രെഡും ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് 3 റെക്ടാങ്കിളിനും ലെങ്ത് എന്താണ് തന്നിട്ടുള്ളത്? ലെങ്ത് ഈക്വൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈച്ച് റെക്ടാങ്കിളിന്റെയും ബ്രെഡും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 12 സെന്റിമീറ്റർ, സെക്കൻഡ് 10 സെന്റിമീറ്റർ, ആൻഡ് third is equal to 8 centimeter. The length 30 centimeter and the breadth ഓരോന്നിന്റെയും ഡിഫറെന്റ് ആണ്. ദെൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയയുടെ ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഇതുകൂടെ കണ്ടുപിടിക്കണം. ഈ ഏരിയ കാണേണ്ട ഏരിയ റെപ്രസെന്റ് ചെയ്യുന്ന ലീനിയർ പാറ്റേണിലൂടെ ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. The length of the rectangle equal to 13 centimeter. 3 rectangle length equal ആണ്. ഏരിയ കാണുന്ന ഇക്വേഷൻ ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ equal to length into breadth. Then first rectangle area കാണാം. That is breadth. First rectangle breadth തന്നിട്ടുണ്ട്. That is 12 centimeter ആണ്. Then area is equal to L into B. ഇവിടെ L length ആണ്. Length 13 centimeter എന്ന് തന്നിട്ടുണ്ട്. 13 into B breadth 12 centimeter equal to 156
സെന്റിമീറ്റർ ആണ് രണ്ടും, അതുകൊണ്ട് തന്നെ സെന്റിമീറ്റർ സ്ക്വയർ. Then next, second rectangle 10 centimeter. Breadth തന്നിട്ടുള്ളത് 10 centimeter ആണ്. Area is equal to 30 into 10 centimeter. That is 130 centimeter square. Then next, third one, B is equal to 8 centimeter ആണ് തന്നിട്ടുള്ളത്. Then area is equal to 30 into 8 centimeter. 30 centimeter into 8 centimeter equal to 104 centimeter square. So 3 റെക്ടാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിച്ചു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ലീനിയർ പാറ്റേൺ എങ്ങനെയാണ് ഈ 3 റെക്ടാങ്കിളിന്റെയും ബേസ് ചെയ്തിട്ട് അതിന്റെ ഏരിയ കാണുക. ഏരിയ റെക്ടാങ്കിളിന്റെ ഏരിയ ലീനിയർ പാറ്റേണിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഇതിനെ ലീനിയർ പാറ്റേണിലേക്ക് മാറ്റുന്നത് നോക്കാം. ഇവിടെ 13 കോൺസ്റ്റന്റ് ആണ്, അതായത് ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത് 13 ആണ്. അതുകൊണ്ട് തന്നെ ഏരിയയിൽ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ 13 എന്ന് വരും. ദെൻ ഏതിനാണ് ചേഞ്ച് വരുന്നത്? ബ്രെഡ്ത്തിനാണ് ചേഞ്ച് വരുന്നത്. ബ്രെഡ്ത്തിനാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ചേഞ്ച് വരുന്നത് വാല്യൂസ് ചേഞ്ച് വരുന്നത് ബ്രെഡ്ത്തിനാണ്. വാല്യൂസ് ചേഞ്ച് വരുമ്പോൾ എന്താണ് അതിന് പറയുന്നത്? വേരിയബിൾ എന്ന് പറയും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വേരിയബിൾ ആണ്. അപ്പോ ഇത് ബി എന്നുള്ളത് വേരിയബിളും അതുപോലെ തന്നെ ലെങ്ത് എൽ എന്നുള്ളത് കോൺസ്റ്റന്റുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം, കോൺസ്റ്റന്റ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ എ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് 13 ഇൻറ്റു വേരിയബിൾ. വേരിയബിളിനെ നമുക്ക് ബി ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്ത് ബി ആയിട്ട് എടുക്കാം. അപ്പൊ വേരിയബിളിലാണ് ചേഞ്ച് വരുന്നത്. ഇതിൽ കോൺസ്റ്റന്റ് 13 വേരിയബിൾ ചേഞ്ച്, വേരിയബിളിന് ബ്രെഡ്ത്തിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഓരോരോ റെക്ടാങ്കിളിന്റെയും ഈച്ച് റെക്ടാങ്കിളിന്റെയും ബ്രെഡ്ത്ത് ചേഞ്ച് വരുന്നുണ്ട്. സോ ഇതിന് ഏരിയ എങ്ങനെ നിങ്ങൾക്ക് ലീനിയർ പാറ്റേണിൽ എഴുതാം? Area A is equal to constant ആയ 13 into അതായത് ലെങ്ത് ഇൻറ്റു വേരിയബിൾ ആയിട്ട് വരുന്ന ബ്രെഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് വേരിയബിൾ ആയിട്ട് എടുക്കാം, ബി എന്ന് എഴുതാം. വേരിയബിൾ ബി എന്ന് എഴുതാം. ഇവിടെ ബ്രെഡ്ത്തിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ബി ആയതുകൊണ്ടാണ് ഈ ഒരു വേരിയബിൾ ആയിട്ട് ബി എന്ന് എടുത്തത്. നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് ഏരിയ ഇങ്ങനെ എഴുതാം, 13 into B എന്ന് എഴുതാം. Therefore linear pattern representing area of rectangle. Area of rectangle is equal to A equal to 30B. A is equal to 30B. Area A is equal to 30B എന്ന് എഴുതാം. A is equal to 30. Fourth question. Suppose the length of a rectangular box is 7 centimeter and the breadth is 11 centimeter. Find the volume if the height is 5 centimeter, 9 centimeter and 13 centimeter. Find the linear pattern representing the volume of the rectangular box. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ 3 റെക്ടാങ്കുലർ ബോക്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കുന്നത്. 3 റെക്ടാങ്കുലർ ബോക്സിന്റെയും വോളിയം കണ്ടുപിടിക്കണം. ഇതിലൂടെ ഇതിന്റെ ലീനിയർ എക്സ്പ്രഷൻ വോളിയം ലീനിയർ പാറ്റേണില് റെപ്രസെന്റ് ചെയ്യാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്.
എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കാം. ലെങ്ത് L ഈസ് ഈക്വൽ ടു, ലെങ്ത് റെക്ടാങ്കുലർ ബോക്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. L ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് B ഈസ് ഈക്വൽ ടു 11 സെന്റിമീറ്റർ. അതുപോലെ ഹൈറ്റ്, ഇതിന്റെ ഹൈറ്റ് വരുന്നത് അപ്പം ഹൈറ്റ് ഇവിടെ ഡിഫറെന്റ് ആണ്. 3 റെക്ടാങ്കുലർ ബോക്സിന്റെയും ഇതുപോലുള്ള 3 റെക്ടാങ്കുലർ ബോക്സിന്റെയും ഹൈറ്റ് ഡിഫറെന്റ് ആണ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് റെക്ടാങ്കുലർ ബോക്സിന് 5 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് റെക്ടാങ്കുലർ ബോക്സിന് 9 സെന്റി ഹൈറ്റ് വരുന്നത് 9 സെന്റിമീറ്റർ, ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണ് തന്നെ. അതുപോലെ തന്നെ തേർഡ് റെക്ടാങ്കുലർ ബോക്സിന്റെയും ഹൈറ്റ് 13 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇവിടെ length of rectangular box, length of rectangular box equal to 7 centimeter. Then breadth is equal to, breadth of rectangular box equal to 11 centimeter. Then first rectangular box in the height 5 centimeter ആണ്. Height is equal to 5 centimeter ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കാണേണ്ട ഇക്വേഷൻ അറിയാം. റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ എന്താണ്? വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം കാണേണ്ട ഇക്വേഷൻ. So first rectangular box in the volume volume is equal to length into breadth into height. The length 7 centimeter and 7 into breadth 11 centimeter into height 5 centimeter equal to 7 into 11, 77 into 5, 77 into 5, 385 centimeter cube. ഇവിടെ ലെങ്ത് ഹൈറ്റ് അതുപോലെ തന്നെ ബ്രെഡ്ത്തും കൂടിയുണ്ട്. അതുകൊണ്ടാണ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. സെന്റിമീറ്റർ ക്യൂബിൽ യൂണിറ്റ് വന്നത്. സോ നെക്സ്റ്റ് സെക്കൻഡ് റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം ആണ്. ദെൻ സെക്കൻഡ് റെക്ടാങ്കുലർ ബോക്സിന്റെ ഹൈറ്റ് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ദെൻ വോളിയം B is equal to 7 into 11 into height 9 centimeter. That is 77 into 9 centimeter equal to 693 centimeter cube. Then next, third rectangular box height it is equal to 13 centimeter ആണ്. ഹൈറ്റ് വരുന്നത് 13 centimeter ആണ്. Therefore volume B is equal to 7 into 11 into 13. That's equal to 77 into 13 equal to 1001 centimeter cube. 1001 centimeter cube. ഇപ്പോൾ 3 റെക്ടാങ്കുലർ ബോക്സിന്റെയും വോളിയം കണ്ടു. പറഞ്ഞിട്ടുള്ളത് അതിന്റെ ലീനിയർ പാറ്റേൺ, വോളിയം റെപ്രസെന്റ് ചെയ്യുന്ന ലീനിയർ പാറ്റേൺ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് 77 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. 3 റെക്ടാങ്കുലർ ബോക്സിന്റെയും വോളിയത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റുമാണ് വേണ്ടത്. ലെങ്ത്തും ബ്രെഡ്ത്തും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ലെങ്ത് 7ഉം ബ്രെഡ്ത്ത് 11ഉമാണ്. അതുകൊണ്ട് തന്നെ 7 into 11 77. ഇത് കോൺസ്റ്റന്റ് ആണ്. 77 കോൺസ്റ്റന്റ് ആണ്. ഇനി ഏത് റെക്ടാങ്കുലർ ബോക്സ് എടുക്കുകയാണെങ്കിൽ ലെങ്ത് 7ഉം ബ്രെഡ്ത്ത് 11ഉം ആയിട്ടുള്ള ഏത് റെക്ടാങ്കുലർ ബോക്സ് എടുക്കുകയാണെങ്കിലും അവരുടെ ഹൈറ്റ് മാത്രം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ഇവിടെ വരുന്നത് 77 ആണ്.
Then ഹൈറ്റിന് ചേഞ്ച് വരുന്നുണ്ട്. കാരണം ഹൈറ്റ് ചേഞ്ച് വാല്യൂ ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു വേരിയബിൾ ആണ്. അതുകൊണ്ട് വേരിയബിളിന്റെ ഒരു ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഹൈറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എച്ച് ആണ്. അതുകൊണ്ട് തന്നെ 77 ഇൻറ്റു എച്ച് എന്ന് എഴുതാം. 77 ഇൻറ്റു എച്ച് എന്ന് എഴുതാം. is equal to 77 എച്ച് എന്ന് എഴുതാം. അതാണ് ലീനിയർ പാറ്റേൺ ആയിട്ട് വരുന്നത്. അതായത് റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയത്തിന്റെ ലീനിയർ പാറ്റേൺ ആണ് 77 ഇൻറ്റു എച്ച്. Therefore, linear pattern representing volume of rectangular box. Volume of rectangular box is equal to volume of rectangular box B is equal to 77 H. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 5. Sarita is reading a book of 500 pages. She reads 20 pages every day. How many pages will be left after 50 days? Express this as a linear pattern. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 500 പേജുള്ള ഒരു ബുക്ക് സരിത റീഡ് ചെയ്യുന്നുണ്ട്. ദെൻ അവൾ 20 പേജസ് ആണ്. അവർ ഓരോ ദിവസവും 20 പേജ് വീതമാണ് ആ ബുക്ക് വായിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഡേയിൽ 20 പേജസ്, ദെൻ തുടർന്നുള്ള 20 പേജസ് നെക്സ്റ്റ് ഡേയിൽ വായിക്കുന്നു. ഈ രീതിയിലാണ് അവൾ വായിക്കുന്നത്. Then after 50 days, 15 ദിവസം കഴിഞ്ഞതിന് ശേഷം after 50 days ശേഷം എത്ര പേജസ് ആ ബുക്കുകൾ വായിക്കാൻ ബാക്കിയുണ്ടാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ലീനിയർ പാറ്റേണിൽ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ വേണം. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് നോക്കാം. ടോട്ടൽ പേജസ് തന്നിട്ടുണ്ട്. ടോട്ടൽ പേജസ് in this book, total pages in the book is equal to 500. 10 pages read every day. Pages read every day equal to 20 pages. 20 pages ആണ് എല്ലാ ദിവസവും വായിക്കുന്നത്. Then next എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആഫ്റ്റർ 15 ഡേയ്സ് എത്ര പേജസ് ബാക്കി ഉണ്ടാകും, വായിക്കാൻ ബാക്കി ഉണ്ടാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് കണ്ടുപിടിക്കണം? പേജസ് ലെഫ്റ്റ്, നമ്പർ ഓഫ് പേജസ് ലെഫ്റ്റ് ആഫ്റ്റർ 1 day. ഒരു ദിവസത്തിന് ശേഷം എത്ര പേജസ് ആണ് വായിക്കാൻ ബാക്കിയുള്ളത് എന്നാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്? 500 ആണ് ടോട്ടൽ പേജസ്. ഫസ്റ്റ് ഡേയിൽ വായിച്ചിട്ടുണ്ടാവുക 20 പേജസ് ആണ്. 20 പേജസ് ആണ് വായിച്ചിട്ടുണ്ടാവുക. സോ ആഫ്റ്റർ 1 day, ഫസ്റ്റ് ദിവസത്തിന് ശേഷം 20 പേജസ് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര പേജസ് വരുന്നുണ്ട്? 500 minus 20, that is 480 പേജസ് ആണ് വായിക്കാൻ ഫസ്റ്റ് ഡേക്ക് ശേഷം വായിക്കാൻ ബാക്കിയുള്ളത്. ദെൻ സെക്കൻഡ് ഡേയുടെ കാര്യമാണ്. പേജസ് ലെഫ്റ്റ് ആഫ്റ്റർ സെക്കൻഡ് ഡേസ്. Second days is equal to 500. ഇവിടെ ഫസ്റ്റ് ഡേയില് 500 minus 20 പേജസ് ആണ് വായിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ഡേക്ക് ശേഷം എത്ര പേജ് ആയിരിക്കും വായിച്ചിട്ടുണ്ടാവുക? സെക്കൻഡ് ഡേക്ക് ശേഷം എത്ര പേജ് വായിച്ചിട്ടുണ്ടാവും? ഫസ്റ്റ് ഡേയിൽ വായിച്ചത് 500 minus 20 ആണ്. സെക്കൻഡ് ഡേയിൽ വീണ്ടും ഒരു 20 പേജസ് കൂടെ വായിച്ചു. ദാറ്റ് ഈസ് minus 20 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്ര വരും? 500
മൈനസ് 2 ടൈംസ് ആണ് 20 വന്നത്. ദാറ്റ് ഈസ് 20 ഇൻറ്റു 3 എന്ന് എഴുതാം. So 500 minus 20 into 2 equal to 460 എന്ന് വരും. 460. Then next, pages left after third day. After 3 days, after 3 days ശേഷം എത്ര പേജസ് വായിക്കാൻ ബാക്കി ഉണ്ടാവുമെന്ന് നോക്കാം. 500 മൈനസ് ഇവിടെ സെക്കൻഡ് ഡേയ്സിന് ശേഷം 20 മൈനസ് 2 പേജസ് ആണ് വായിച്ചിട്ടുള്ളത്. ദെൻ തേർഡ് ഡേയ്ക്ക് 3 days ആഫ്റ്റർ 3 ഡേയ്സിന് ശേഷം എത്രയായിരിക്കും? 500 മൈനസ് 23 ടൈംസ് ആണ് 20 പേജസ്. 3 ടൈംസ് 20 പേജസ് വായിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 20 ഇൻറ്റു 3 എന്ന് എഴുതാം. 20 ഇൻറ്റു 3 equal to 440. ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എത്രാമത്തെ ദിവസത്തെ നമുക്ക് കണ്ടുപിടിക്കുന്നത്? ആഫ്റ്റർ 15 ഡേയ്സിലാണ് കണ്ടുപിടിക്കുന്നത്. So pages, number of pages left after 15 days. 15 ഡേയ്സിന് ശേഷം എത്ര പേജസ് വായിക്കാൻ ബാക്കി ഉണ്ടാകുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 500 മൈനസ് 20 ഇൻറ്റു ഫസ്റ്റ് ഡേയില് 20 പേജസ് വായിച്ചു. ദാറ്റ് ഈസ് 20 ഇൻറ്റു 1. Then second day, 20 into 2 pages വായിച്ചു. That is 40. And 20 into 20 plus 20, 40. That is 20 into 2. Then third day, 20 into 3 pages. That is 60 pages വായിച്ചു. Then 15 days. After 15 days, എത്ര pages ആണ് എങ്കിൽ വായിച്ചിട്ടുണ്ടാവും? 20 into 15 pages വായിച്ചിട്ടുണ്ടാവും. 20 into 15 pages വായിച്ചിട്ടുണ്ടാവും. എത്ര പേജസ് ആണ് വായിക്കാൻ ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ 500 മൈനസ് അതിൽ നിന്ന് ഏത് മൈനസ് 500 നിന്ന് ഏത് മൈനസ് ചെയ്യണമെങ്കിൽ വായിച്ച പേജസ് മൈനസ് ചെയ്താൽ ബാക്കി വായിക്കാനുള്ള പേജസ് കിട്ടും. ദാറ്റ് ഈസ് 20 into 500 മൈനസ് 20 into 15. 20 into 15 is 300. എത്ര വരും? 200 വരും. വായിക്കാനുള്ള 15 ഡേയ്സിന് ശേഷം എത്ര പേജസ് വായിക്കാനുണ്ട്? 200 പേജസ് വായിക്കാനുണ്ട്. ഈ രീതിയിലാണ് ഈ ഒരു ക്യാപ്റ്റൻ പോകുന്നത്. ഏതിലേക്ക് എത്താം? നമുക്ക് ലീനിയർ പാറ്റേൺ. ഇതിൽ നിന്നും എങ്ങനെ ലീനിയർ പാറ്റേണിലേക്ക് എത്താൻ നോക്കാം. ഫോർ ദ എൻ ഡേയ്സ്. ഇപ്പോൾ എൻ ഡേയ്സിലാണ് നമ്മൾ പറയുന്നത്. എൻ ഡേയ്സിൽ എത്ര പേജസ് വായിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ്, അതുപോലെ തന്നെ 15 ഡേയ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുമ്പോൾ എൻ ഡേയ്സിന് എത്ര പേജസ് വായിക്കാൻ ബാക്കിയുണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ടത്. പേജസ് left after n days is equal to 500 minus 20 into n എന്ന് എഴുതാം. ഇതാണ് ലീനിയർ പാറ്റേൺ ആയിട്ട് വരുന്നത്. equal to 500 minus 20 n. 500 minus 20 എന്നാണ് linear expression. Therefore, linear pattern is equal to 500 minus 20 n എന്നുള്ളതാണ്. ഇവിടെ 20 എന്നുള്ള വേരിയബിൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇവിടെ ഡി ആയാലും ഡേയ്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ഡേയ്സ് എന്നുള്ള ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എന്തായാലും മാറും ഡി ഡേയ്സ്. എത്ര ദിവസം ഡേയ്സിലാണ് പറയുന്നത്. അപ്പോൾ ഡി എടുക്കാം. അങ്ങനെയെങ്കിൽ എങ്ങനെ പകരം എടുക്കാം? ഡി എടുക്കാം. അപ്പോൾ എന്ത് വരും? 500 minus 20 into d
മീൻസ് ഇവിടെ ഡേ എന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നാം. 20 days, എത്ര ദിവസം ഡേയ്സ് എന്നുള്ളതാണ് ഡിയുടെ സ്വല്പം ആയിട്ടും എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം. ഇതൊരു ലീനിയർ പാറ്റേൺ ആണ്. 480 എന്നുള്ള ലീനിയർ ഫസ്റ്റ് ടേമിൽ നിന്നും 20 ഡിഫറൻസ് വന്ന് ഡിക്രീസ് ചെയ്ത് 460 ആയി മാറി. ദെൻ അവിടെ നിന്ന് 20 മൈനസ് ചെയ്ത് 440 ഈ രീതിയിൽ ഡിക്രീസിംഗ് ആയിട്ടാണ് വരുന്നത്. ലീനിയർ പാറ്റേൺ ആണ്. ഡിക്രീസിംഗ് ആയിട്ട് വരുന്ന ലീനിയർ പാറ്റേൺ ആണിത്. സോ ഇതാണ് ഇതിന്റെ ലീനിയർ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഈ വീഡിയോയിൽ എക്സസൈസ് 2.3 5 ക്വസ്റ്റ്യനും സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ എക്സസൈസ് 2.4 പ്രോബ്ലം സോൾവ് ചെയ്യാം. താങ്ക് യു.